അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്, അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ സന്നദ്ധ സേന കേവലം 500-1000 ഓണറേറിയം ലഭിച്ചിരുന്ന കാലം മുതൽ കേരളത്തിൻ്റെ ആരോഗ്യ മാതൃകയെ ലോക നിലവാരത്തിലെത്തിക്കാൻ പ്രയത്നിച്ചവർ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിലും കേരളം ആശാപ്രവർത്തകരെ പലപ്പോഴായി മാന്യത കൊടുത്ത് കൈപിടിച്ചുയർത്തി. കോവിഡ് കാലത്തും നിപ്പ വന്നപ്പോഴുമൊക്കെ ആശയറ്റ ഒരു സമൂഹത്തെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ആത്മവിശ്വാസം പകർന്ന് നയിച്ച കേരളത്തിൻ്റെ സർക്കാരിനൊപ്പം തന്നെ ആശാപ്രവർത്തകരും ഉണ്ടായിരുന്നു. കേരളം മറന്നില്ല അവരെ. പ്രതിസന്ധികൾക്കിടയിലും ആശാപ്രവർത്തകരെ തിരിച്ചും പിന്തുണച്ചു. 10,000 മുതൽ 13,000 മുകളിൽ വരെ ഓണറേറിയവും ഇൻസെൻറ്റീവും വാങ്ങുന്ന 95% വരുന്ന 20,000 മുകളിൽ ആശാപ്രവർത്തകർ അങ്ങനെ വന്നതാണ്. കരുതൽ എപ്പോഴൊക്കെ എങ്ങനെയെന്ന് രാഷ്ട്രീയം നോക്കേണ്ടി വരുന്ന കാലം കൂടിയാണ് ഇത്. രാഷ്ട്രീയം നോക്കിയാൽ അത് ഇടത് സർക്കാരിൻ്റെ കരുതലാണ്. കണക്ക് പറഞ്ഞാൽ ഈ 13,000-ലെ 3,000-ൽ ഇൻസെൻറ്റീവിൽ എപ്പോഴോ കിട്ടുന്ന 1,000 മുതൽ 1,500 വരെ കേന്ദ്ര വിഹിതം അന്നും ഇന്നും അത്ര തന്നെ. പിണറായിക്ക് മുൻപ് ആഗ്രഹിച്ചിട്ടും 1000 കടന്ന് ഒരു തുക ആശാപ്രവർത്തകർക്ക് കൊടുക്കാൻ കഴിയാത്ത ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ ഇപ്പോഴും വൈറലാണ്. കുടിശ്ശിക പോലും ഇല്ലാതെ ഇതുവരെയുള്ള ഓണറേറിയവും ഇൻസെൻറ്റീവും 95% പേരും ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേവലം 87 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും 7,000-ൽ താഴെയാണ് ഓണറേറിയം എന്നതാണ് ശരി. പക്ഷേ സംസ്ഥാനത്തെ മറ്റ് 20,000-ലധികം ആശാ വർക്കർമാർ ഈ മുദ്രാവാക്യം ഉയർത്തി സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിൽ ഉണ്ടോ? ഇൻസെൻറ്റീവ് കൂട്ടാൻ ഇപ്പോഴും തയ്യാറാകാത്ത കേന്ദ്രം ഒരു ഭാഗത്ത് കല്ല് പോലെയുണ്ട്. സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് ആവശ്യങ്ങളിൽ പരമാവധി അംഗീകരിച്ചു ആരോഗ്യമന്ത്രി. എന്നിട്ടും 22,000-ൽ പരം ആശാമാരിൽ 1,500-ഓളം പേരെ മാത്രം സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊടി പിടിപ്പിക്കുന്നത് സ്ഥിരം നുഴഞ്ഞുകയറ്റക്കാരാണോ? സമരത്തെ കലാപമാക്കി ആശാമാരെ മുതലാക്കി സർക്കാരിനെതിരെ യുദ്ധം നടത്തുന്നത് ആരാണ്? സന്നദ്ധ പ്രവർത്തകരായിട്ടും തൊഴിലാളികളെപ്പോലെ ആശാപ്രവർത്തകരെ അംഗീകരിക്കുന്ന അംഗീകൃത ട്രേഡ് യൂണിയനുകളെപ്പോലും ഇരുട്ടത്ത് നിർത്തി ആശാപ്രവർത്തകരെ ഇളക്കിവിടുന്ന ആശയം ആരുടേതാണ്? അരാജകരുടെ ആശ എന്താണ്? പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം എന്താണ്? ആശയിൽ നിരാശ പടർത്തുന്നത് ആരാണ്?